ഹലോ ജെഇ നീറ്റ് കീം എന്ന് തുടങ്ങിയ എക്സാമുകളൊക്കെ എല്ലാവർക്കും അറിയാം. ഒരുപാട് കുട്ടികൾ എഴുതുന്ന എക്സാമിനേഷൻസ് ആണ്. എന്നാൽ ഇത് കൂടാതെ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് നിങ്ങൾക്ക് തരുന്ന നല്ല കോളേജുകളിലേക്ക് അഡ്മിഷൻ പ്രൊവൈഡ് ചെയ്യുന്ന നിരവധി എക്സാമുകൾ നിങ്ങൾക്ക് ആക്ച്വലി അപ്പിയർ ചെയ്യാൻ കഴിയും. സോ ഈ ഒരു വീഡിയോയിലൂടെ ഈ 2025 ജെഇ അല്ലെങ്കിൽ കീം നീറ്റൊക്കെ എഴുതാൻ പോകുന്ന കുട്ടികൾ, നിങ്ങൾ പ്ലസ് ടുവിൽ പഠിക്കുന്നവരാ റിപ്പീറ്റേഴ്സ് ആയിരിക്കാം, എന്തായാലും നിങ്ങൾക്ക് എഴുതാവുന്ന 12 പരീക്ഷകളാണ് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത്. അതിൽ തന്നെ പല ഓപ്പർച്യൂണിറ്റീസ്, പല ഫീൽഡുകളിലേക്ക് തന്നെ പോകാൻ പറ്റുന്ന എക്സാമിനേഷൻസ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എക്സാമിനേഷൻസ് ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് പരിചയപ്പെടാം. സോ ഈ ഒരു വീഡിയോ പ്ലസ് ടുവിലൊക്കെ പഠിക്കുന്ന കുട്ടികൾ, റിപ്പീറ്റ് ചെയ്യുന്ന കുട്ടികളൊക്കെ സേവ് ചെയ്ത് വെക്കുക. നിങ്ങളുടെ ഫ്രണ്ട്സിനും മുഴുവൻ എന്ത് ചെയ്യുക, അറിയുന്ന ആളുകൾക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഞാൻ എൻ്റെ അഡ്വൈസ് തരികയാണെന്നുണ്ടെങ്കിൽ ഇതിലെ ഒരുപാട് എക്സാമിനേഷൻസ് നിങ്ങൾ എന്ത് ചെയ്യണം, സീരിയസ് ആയിട്ട് കൺസിഡർ ചെയ്യണം. അതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അന്വേഷിച്ച് തുടങ്ങണം. അപ്പോൾ ഈ 12 എക്സാമിനേഷൻസ് ആണ് ഇന്ന് ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. കുസാറ്റ്, ബിഡ്സാറ്റ്, IAT, CUET, VIT എന്ന് തുടങ്ങി 12 പരീക്ഷകൾ നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. വളരെ ക്വിക്കായിട്ട് ഓരോ എക്സാമും എന്താണ്, അതിൻ്റെ ഡീറ്റെയിൽസ് എന്തൊക്കെയാണെന്നുള്ളത് പറഞ്ഞു പോവുകയാണ് ചെയ്യുക. ഭാവിയിൽ നമ്മുടെ ചാനലിൽ ഇതിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻസ് വരുമ്പോൾ അതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോസ് ഓരോന്നായിട്ട് പബ്ലിഷ് ചെയ്യും. സോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ നിങ്ങൾക്ക് ഓൾറെഡി അറിയുന്ന ഒരു എക്സാം ആയിരിക്കും ചിലപ്പോൾ കുസാറ്റ് എന്ന് പറയുന്നത്. കുസാറ്റ് എന്ന് പറയുന്ന സ്ഥാപനത്തിലേക്കുള്ള എക്സാമാണ് CAT, കോമൺ അഡ്മിഷൻ ടെസ്റ്റ്. കുസാറ്റ് നേരിട്ട് നടത്തുന്ന എക്സാമിനേഷനാണ്. ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് ആകെ എന്ത് മാത്രമാണ്, നമ്മുടെ കൊച്ചിൻ യൂണിവേഴ്സിറ്റി മാത്രമാണ്. കൊച്ചിൻ യൂണിവേഴ്സിറ്റി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി എന്ന് പറയുന്ന നമ്മുടെ കുസാറ്റ് മാത്രമാണ്. കേരളത്തിൽ വളരെ അറിയപ്പെടുന്ന, അത്യാവശ്യം നല്ല റെപ്യൂട്ടേഷനുള്ള കോളേജ് തന്നെയാണ്. വൺ ഓഫ് ദ ബെസ്റ്റ് എഞ്ചിനീയറിംഗ് കോളേജ് ഇൻ കേരള. റാങ്ക്ഡ് 51 NIRF റാങ്കിങ്ങിൽ അതിൻ്റെ ഓവറോൾ റാങ്കിങ്, എഞ്ചിനീയറിംഗ് സ്ഥാപനങ്ങളുടെ ലിസ്റ്റിലെ റാങ്ക് എന്ന് പറയുന്നത് 51 ആണ്. ഇതിൻ്റെ എലിജിബിലിറ്റി 50% മാർക്ക് ഇൻ ഫിസിക്സ്, കെമിസ്ട്രി ആൻഡ് മാത്തമാറ്റിക്സ് വേണം. പ്ലസ് ടുവിൽ 50% മാർക്കാണ്. PCM നിർബന്ധമായിട്ട് പഠിച്ചിട്ടുണ്ടാവണം. സോ കുസാറ്റിൻ്റെ എക്സാമിൻ്റെ പ്രത്യേകതയാണ്, നിങ്ങൾ ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവില്ല, 3 മണിക്കൂറിൻ്റെ എക്സാമിനേഷനിൽ 250 ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കാം. അത്രയധികം ക്വസ്റ്റ്യൻസ് ഇത്രയും കുറഞ്ഞ സമയത്തിൽ ചോദിക്കുന്ന മറ്റൊരു എക്സാം മേ ബി ഉണ്ടാവില്ല. അപ്പോൾ യൂഷ്വലി സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാവുക. വളരെ ഫാസ്റ്റായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും എന്നുള്ള രൂപത്തിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് തയ്യാറാക്കിയിട്ടുണ്ടാവുക. കറക്റ്റ് ആയി കഴിഞ്ഞാൽ 3 മാർക്കും, തെറ്റിക്കഴിഞ്ഞാൽ -1 എന്ന് പറയുന്ന ഒരു മാർക്കിംഗ് സ്കീമാണ് അതിലുണ്ടാവുക. കെമിസ്ട്രിയിൽ നിന്നും 50, അതുപോലെ ഫിസിക്സിൽ നിന്ന് 75, മാത്തമാറ്റിക്സിലാണ് ഏറ്റവും കൂടുതൽ വെയിറ്റേജ്. പകുതി ക്വസ്റ്റ്യൻസും 125 ചോദ്യങ്ങളും എവിടെ നിന്നാണ്, മാത്സിൽ നിന്നാണ് ചോദിക്കുക. ഇതാണ് കുസാറ്റ് എന്ന് പറയുന്ന സ്ഥാപനത്തിലേക്കുള്ള എക്സാമിൻ്റെ ഡീറ്റെയിൽസ്. ഇതിലൂടെ കുസാറ്റിലെ നിരവധി എഞ്ചിനീയറിംഗ് കോഴ്സുകളിലേക്കും അതിൽ തന്നെ മറൈൻ എഞ്ചിനീയറിംഗ് പോലുള്ള, നേവൽ ആർക്കിടെക്ചർ പോലെയുള്ള വളരെ ഡിമാൻഡിങ് ആയിട്ടുള്ള കോഴ്സുകളടക്കം ഈ സ്ഥാപനത്തിലുണ്ടെന്ന് അറിഞ്ഞിരിക്കാം. രണ്ടാമതായിട്ട് നമ്മുടെ ബിഡ്സ് ആണ്. IITസും NITs ഒക്കെ പറയുമ്പോൾ അതിൻ്റെ കൂടെ തന്നെ നമ്മൾ പറയുന്ന മറ്റൊരു സ്ഥാപനമാണ് ബിർള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി ആൻഡ് സയൻസ്. ബിഡ്സ് എന്ന് പറയുന്ന സ്ഥാപനത്തിൻ്റെ അഡ്മിഷൻ ടെസ്റ്റ്, ബിഡ്സാറ്റ് എന്ന് പറയുന്ന എക്സാം. ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത് ബിഡ്സ് പിലാനി എന്ന് പറയുന്ന പിലാനിയിലെ ക്യാമ്പസും, പിന്നെ ഇവർക്ക് തന്നെ ഗോവയിലും ഹൈദരാബാദും ബിഡ്സിൻ്റെ പുതിയ ക്യാമ്പസുകളുണ്ട്. അവിടേക്കാണ് ഇതിലൂടെ അഡ്മിഷൻ ഉണ്ടായിരിക്കുക. ടോപ്പ് പ്രൈവറ്റ് കോളേജ് ഇൻ ഇന്ത്യ, അല്ലെങ്കിൽ ഇന്ത്യയിലെ ടോപ്പ് പ്രൈവറ്റ് കോളേജുകളുടെ ലിസ്റ്റ് എടുത്താൽ അതിലെപ്പോഴും മുകളിൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു സ്ഥാപനമാണ് ബിഡ്സ് പിലാനി. ബ്രാൻഡ് വാല്യൂ ഉണ്ട്. റാങ്കിങ്ങും എന്താണ്, IITസിനോട് സിമിലർ ആയിട്ട് നിൽക്കുന്ന, പല IITസിനോടും സിമിലർ ആയിട്ട് നിൽക്കുന്ന റാങ്കിങ്ങും ആർക്കുണ്ട്, ബിഡ്സിനുണ്ട്. മിനിമം 75% PCM മാർക്ക് വേണം എന്നുള്ളൊരു കണ്ടീഷൻ ഉണ്ട്. ഓൾസോ 60% ഇൻ ഈച്ച് ഓഫ് ദീസ് സബ്ജക്ട്സ് ഇൻഡിവിജ്വലി. PCMൽ ഓരോന്നിലും എന്തുണ്ടായിരിക്കണം, മിനിമം 60 ഉണ്ടാവണം. ടോട്ടലി 75% മാർക്ക് ഉണ്ടായിരിക്കണം. കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാം ആണ്. 3 മണിക്കൂറിൻ്റെ ടെസ്റ്റ് തന്നെയാണ്. അതിൽ എന്തുണ്ടായിരിക്കും, ഇംഗ്ലീഷ് മീഡിയത്തിലാണ് എക്സാം നടക്കുകയെന്ന് മാത്രമല്ല, ഫിസിക്സും കെമിസ്ട്രിയും മാത്തമാറ്റിക്സും മാത്രമല്ല ബിഡ്സിൻ്റെ എക്സാമിന് ചോദിക്കുക. അതിൽ ഇംഗ്ലീഷ് പ്രൊഫിഷ്യൻസി ടെസ്റ്റ് ചെയ്യുന്ന ഒരു 10 ചോദ്യങ്ങളും ലോജിക്കൽ റീസണിങ് ടെസ്റ്റ് ചെയ്യുന്ന ഒരു 20 ക്വസ്റ്റ്യൻസും അതിലുണ്ടായിരിക്കും. ഇതാണ് മറ്റ് എക്സാംസുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ബിഡ്സിൻ്റെ എക്സാമിൻ്റെ പ്രത്യേകത. ആൻഡ് അടുത്തതായിട്ട് നമ്മൾ IIT, ഐസറുകളിലേക്ക് നടത്തുന്ന ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റാണ്, അല്ലെങ്കിൽ എൻട്രൻസ് എക്സാമാണ് IIT എന്ന് പറയുന്നത്. വേരിയസ് ഐസറുകൾ, നമ്മൾ ട്രിവാൻഡ്രം അടക്കം എന്തുണ്ട്, ഐസറുണ്ട്, ഭോപ്പാൽ ഐസറുണ്ട്, മൊഹാലി, കൊൽക്കത്ത തുടങ്ങിയുള്ള ഐസറുകളിലേക്കുള്ള എക്സാമാണ് IIT എന്ന് പറയുന്നത്. ഇതും ഒരുപാട് കുട്ടികൾ, നീറ്റൊക്കെ എഴുതുന്ന ഒരുവിധ എല്ലാ സ്റ്റുഡൻസും എഴുതുന്ന ഒരു എക്സാം കൂടിയാണത്. ഐസർ എന്ത് ചെയ്യുന്നുണ്ട്, റിസർച്ച് ഓറിയൻറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് സബ്ജക്റ്റിൽ പ്യുവർ സയൻസ് പഠിച്ച് മുന്നോട്ടേക്ക് പോകാനുള്ള ഓപ്പർച്യൂണിറ്റിയാണ് ഐസർ ഓഫർ ചെയ്യുന്നത്. മിനിമം 60% മാർക്ക് നിങ്ങൾക്ക് പ്ലസ് ടുവിൽ ഉണ്ടായിരിക്കണം. ആൻഡ് റിസർവ്ഡ് കാറ്റഗറീസ് ആണെന്നുണ്ടെങ്കിൽ 50%. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിൽ ഫിസിക്സും കെമിസ്ട്രിയും മാത്സും മാത്രമല്ല ബയോളജിയിലെ ക്വസ്റ്റ്യൻസും കൂടെ ഉണ്ടായിരിക്കും. അപ്പോൾ പ്ലസ് വൺ പ്ലസ് ടുവിൽ ബയോളജി പഠിക്കാത്ത കുട്ടികൾക്കും സെയിം ക്വസ്റ്റ്യൻ പേപ്പറാണ് ഉണ്ടാവുക. പക്ഷേ സബ്ജക്റ്റ് വൈസ് കട്ട് ഓഫ് ഇല്ലാത്തതുകൊണ്ട് നിങ്ങൾക്ക് PCMൽ നന്നായിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇതിൽ നല്ലൊരു റാങ്ക് നേടിയെടുക്കാൻ സാധിക്കുന്നതാണ്. അത്യാവശ്യം നല്ല സ്റ്റാൻഡേർഡുള്ള എക്സാം തന്നെയാണ്. 60 ചോദ്യങ്ങളും 180 മിനിറ്റ്സുമാണ്. അപ്പോൾ ആ ടൈമിൻ്റെ റേഷ്യോ നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും, ഒരു JEE മെയിൻ്റെ ലെവലിനേക്കാളൊക്കെ മുകളിൽ നിൽക്കുന്ന ഒരു എക്സാമാണ് ആക്ച്വലി IIT എന്ന് പറയുന്ന എക്സാം. ഇനി അടുത്തത് CUET, നിങ്ങൾ എല്ലാവരും പരിചയപ്പെട്ടിട്ടുണ്ടാകും.
സെൻട്രൽ യൂണിവേഴ്സിറ്റീസിലേക്കുള്ള അഡ്മിഷൻ ടെസ്റ്റാണ്, എൻട്രൻസ് ടെസ്റ്റാണ്. അതായത് നമ്മുടെ സെൻട്രൽ യൂണിവേഴ്സിറ്റീസിലേക്കുള്ള കോഴ്സസ് എല്ലാം ഇപ്പോൾ എന്താക്കി ഈ ഒരു ടെസ്റ്റിൻ്റെ അടിസ്ഥാനത്തിലാണ് അഡ്മിഷൻ എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും വാർത്ത, നമ്മുടെ കേരളത്തിൽ നിന്ന് പോകുന്ന, പ്രത്യേകിച്ച് കേരള സിലബസിൽ പഠിച്ച് പോകുന്ന കുട്ടികളുടെ എണ്ണം, CUET വഴി പോകുന്ന കുട്ടികളുടെ എണ്ണം വളരെയധികം കുറഞ്ഞിട്ടുണ്ട്. ഡൽഹി യൂണിവേഴ്സിറ്റീസിലേക്കൊക്കെ അഡ്മിഷൻ കിട്ടുന്ന കേരള സ്റ്റുഡൻസിൻ്റെ എണ്ണം നന്നായിട്ട് കുറഞ്ഞിട്ടുണ്ട്. അതിനൊരു കാരണം ഈ ഒരു ടെസ്റ്റ് വന്നു എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ഇതിൽ 250-ൽ കൂടുതൽ യൂണിവേഴ്സിറ്റീസ്, നമ്മുടെ ഇന്ത്യയിലുള്ള നിരവധി സെൻട്രൽ യൂണിവേഴ്സിറ്റീസ് എന്ത് ചെയ്യുന്നുണ്ട്, ഇതിൽ പങ്കെടുക്കുന്നുണ്ട്. ഇൻക്ലൂഡിങ് നമ്മുടെ അലിഗർ മുസ്ലിം യൂണിവേഴ്സിറ്റി, BHU പോലുള്ള വളരെ റെപ്യൂട്ടഡ് ആയിട്ടുള്ള സ്ഥാപനങ്ങൾ ഇതിൽ പങ്കെടുക്കുന്നുണ്ട്. ക്യാൻ സെക്യൂർ അഡ്മിഷൻ ഇൻ വേരിയസ് UG പ്രോഗ്രാം. അപ്പോൾ ഈ ഒരു BTech MBBS അല്ലാതെ മറ്റൊരുപാട് UG പ്രോഗ്രാമുകൾ, നമ്മുടെ BSc, BA, അതുപോലെ BCom, BBA തുടങ്ങി നിരവധി UG പ്രോഗ്രാമുകൾ സെൻട്രൽ യൂണിവേഴ്സിറ്റീസിൽ പഠിക്കാൻ ഇപ്പോൾ CUET എക്സാം വഴിയാണ് അഡ്മിഷൻ എടുക്കുക. മിനിമം മാർക്കോ മറ്റ് എലിജിബിലിറ്റി കാര്യങ്ങളൊന്നുമില്ല. ഇതിൻ്റെ എക്സാമിൻ്റെ ഡീറ്റെയിൽസിലേക്ക് വരുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും, +2ൻ്റെ സിലബസിനെ ബേസ് ചെയ്തിട്ടായിരിക്കും CUET എക്സാംസ് കണ്ടക്ട് ചെയ്യുക. അത് മാത്രമല്ല, നിങ്ങൾക്ക് ഏത് സബ്ജക്റ്റിലാണോ നിങ്ങൾക്ക് പഠിക്കാൻ, നിങ്ങൾക്ക് UG പ്രോഗ്രാം എടുക്കാൻ നിങ്ങൾ താല്പര്യപ്പെടുന്നത്, അതിൻ്റെ ടെസ്റ്റുകൾ മാത്രമായിട്ട് നിങ്ങൾക്ക് എഴുതാൻ പറ്റും. ഫിസിക്സ് മാത്രമായിട്ട് എഴുതാം, മാത്സിൻ്റെ CUET മാത്രമായിട്ട് എഴുതാം. അങ്ങനത്തെ ഒരു ഓപ്പർച്യൂണിറ്റി കൂടെ CUET വഴി ഉണ്ടെന്ന് ഓർക്കുക. അടുത്തത് NDA ആണ്. അപ്പോൾ ആർമിയിലൊക്കെ ജോയിൻ ചെയ്യണം, ആർമിയിലൊരു ഓഫീസറായിട്ട് അല്ലെങ്കിൽ കുറച്ചും കൂടെ ഒരു ടെക്നിക്കൽ പൊസിഷനിൽ, കുറച്ചുകൂടെ ഒരു ക്വാളിഫൈഡ് പൊസിഷനിൽ വർക്ക് ചെയ്യണം എന്ന് ആഗ്രഹമുള്ള ആളുകൾക്കുള്ള ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റിയാണ് NDAയുടെ എക്സാം. ഇതിൽ പങ്കെടുക്കുന്നത് നമ്മുടെ ഇന്ത്യൻ മിലിറ്ററിയും എയർഫോഴ്സും ഇന്ത്യൻ ആർമി തന്നെയാണ്. കുട്ടികളെ +2 കഴിഞ്ഞിട്ട് നേരിട്ട് അവരുടെ ഈ ഒരു ഡിഫൻസ് അക്കാഡമിയിലേക്ക് റിക്രൂട്ട് ചെയ്യാൻ വേണ്ടി നടത്തുന്ന എക്സാമാണ്. ഇതിൽ മറ്റൊരു എക്സാമിലും ഇല്ലാത്തൊരു എലിജിബിലിറ്റി ക്രൈറ്റീരിയ ഏതിലുണ്ടായിരിക്കും, NDAയുടെ എക്സാമിലുണ്ട്. ആർമി ആയതുകൊണ്ട് തന്നെ ഒന്ന്, പ്രായം ഈ ഒരു കാറ്റഗറിക്ക് ഉള്ളിലായിരിക്കണം എന്ന് പറയുന്നുണ്ട്. രണ്ടാമത്തേത് ഹൈറ്റ് ക്രൈറ്റീരിയയാണ്. ഇന്ത്യൻ ആർമി, നേവി ആൻഡ് നേവൽ അക്കാഡമിയിലേക്കാണെന്നുണ്ടെങ്കിൽ മിനിമം 157 സെൻറ്റിമീറ്റേഴ്സ് ഹൈറ്റ് ഉണ്ടായിരിക്കണം. എയർഫോഴ്സിൽ ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ മിനിമം 162.5 സെൻറ്റിമീറ്റർ ഹൈറ്റ് ഉണ്ടായിരിക്കണം. ഇങ്ങനൊരു എലിജിബിലിറ്റി ക്രൈറ്റീരിയ മറ്റ് എക്സാമുകൾക്കൊന്നുമില്ല. അപ്പോൾ ഇതിൽ ബാക്കി ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഇവിടെ കാണാം. +2 പാസ്സായിട്ടുണ്ടാവണം. അതുപോലെ തന്നെ ഇനി എയർഫോഴ്സിലും ഇന്ത്യൻ നേവൽ അക്കാഡമിയിലൊക്കെ ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്തിരിക്കണം, ക്ലാസ് 12 ഫിസിക്സും മാത്സും നിർബന്ധമായിട്ട് പഠിച്ചിട്ടുണ്ടാവണം. അതല്ലാതെ നോർമൽ ആർമി വിങ്ങിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ +2 പാസ്സായിട്ട് ഈ എക്സാം എന്ത് ചെയ്താൽ മതി, എഴുതിയാൽ മതി എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. അപ്പോൾ NDAയുടെ എക്സാമിലേക്ക് വരികയാണെന്നുണ്ടെങ്കിലും ഡിഫറെൻ്റ് ആയിട്ടുള്ള പാറ്റേൺ, മറ്റ് കാര്യങ്ങളൊക്കെയാണ്. അതൊക്കെ നമ്മൾ ഫ്യൂച്ചറിൽ എന്ത് ചെയ്യും നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നതാണ്. ഇനി UGEE എന്ന് പറയുന്ന അണ്ടർ ഗ്രാജുവേറ്റ് എഞ്ചിനീയറിംഗ് എൻട്രൻസ് എക്സാമിനേഷൻ എന്ന് പറയുന്നത് ആക്ച്വലി പല ആളുകൾക്കും അത്ര പരിചയം ഉണ്ടാവില്ല. നമുക്ക് എല്ലാവർക്കും അറിയാം, IIIT എന്ന് പറയുമ്പോൾ നമുക്ക് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫർമേഷൻ ടെക്നോളജിയാണ്. എന്നാൽ അതുകൂടാതെ ഇൻ്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫർമേഷൻ ടെക്നോളജി എന്ന് പറയുന്ന ഹൈദരാബാദുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്. അത് നമ്മുടെ IIITയുടെ അണ്ടറിൽ വരുന്നതല്ല, ഗവൺമെൻറ് ഫണ്ടഡ് ആയിട്ട് വരുന്ന IIITs എന്ന് പറയുന്ന കോട്ടയത്തൊക്കെയുള്ള സ്ഥാപനമുണ്ട്. ഈ ഒരു കാറ്റഗറിയിൽ വരാത്ത മറ്റൊരു IIIT ഉണ്ട് ഹൈദരാബാദ്. അതിലേക്ക് നടക്കുന്ന എക്സാമിനേഷനാണ് UGEEE. അപ്പോൾ ഇതിൽ IIIT ഹൈദരാബാദ് ഈസ് നോൺ ഫോർ എക്സലൻറ്റ് പ്ലേസ്മെൻറ്റ്സ്. അപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ഫേമസ് ആയിട്ട് കേൾക്കുന്ന IIIT ഹൈദരാബാദ് ഉണ്ടല്ലോ, അത് ആക്ച്വലി എന്തല്ല, നമ്മുടെ JEE മെയിൻ വഴി വരുന്ന ആ ഒരു IIIT സെക്ഷനിൽ വരുന്ന കോളേജല്ല, ഡിഫറെൻ്റ് ആയിട്ട് ഇൻ്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫർമേഷൻ ടെക്നോളജി എന്ന് പറയുന്ന സെപ്പറേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് തന്നെയാണ്. അപ്പോൾ അതിലേക്ക് വേണ്ടി നടത്തുന്ന എൻട്രൻസ് എക്സാമിനേഷനാണ് UGEEE എന്ന് പറയുന്നത്. ഇതിന് 60% ആഗ്രിഗേറ്റ് +2 PCM നമുക്ക് വേണമെന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. അടുത്തത് വെസ്റ്റ് ബംഗാളിലെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള സ്ഥാപനങ്ങളിലേക്ക് നടത്തുന്ന എക്സാമിനേഷനാണ് WBJEE എന്ന് പറയുന്ന എക്സാം. ഇതിൽ വെസ്റ്റ് ബംഗാളിലുള്ള ഒരുപാട് ഫേമസ് ആയിട്ടുള്ള സ്ഥാപനങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. അതുമാത്രമല്ല വെസ്റ്റ് ബംഗാളിലെ കുട്ടികളൊക്കെ, വെസ്റ്റ് ബംഗാൾ മാത്രമല്ല മറ്റ് സ്റ്റേറ്റിലെ കുട്ടികളടക്കം എന്ത് ചെയ്യാറുണ്ട്, ഈ ഒരു എക്സാം എഴുതാറുണ്ട്. ആക്ച്വലി 45% അഗ്രിഗേറ്റ് ഇൻ 3 കമ്പൽസറി സബ്ജക്റ്റ് വേണം. പിന്നെ ബാക്കി കാറ്റഗറീസിനനുസരിച്ച് എന്ത് ചെയ്യുന്നുണ്ട്, ആ ഒരു മിനിമം പെർസെൻറ്റേജിൽ റിലാക്സേഷൻ ഉണ്ട്. WBJEE. ഓക്കെ. ആൻഡ് നാഷണൽ എൻട്രൻസ് സ്ക്രീനിങ് ടെസ്റ്റ്, നെസ്റ്റ് എന്ന് പറയുന്നൊരു എക്സാം ഉണ്ട്. അതാർക്ക് വേണ്ടിയിട്ടുള്ളതാണ്, നമ്മുടെ ഐസറുകൾ പോലെ തന്നെ മറ്റൊരു നാഷണൽ ഇമ്പോർട്ടൻസ് ഉള്ള ഇൻസ്റ്റിറ്റ്യൂട്ടുകളാണ് നൈസറുകൾ എന്ന് പറയുന്നത്. സയൻസ് എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ചുമായി ബന്ധപ്പെട്ട് തന്നെ സെക്കൻഡ് ലെവൽ ഓഫ് അല്ലെങ്കിൽ സെക്കൻഡ് ടിയർ ഓഫ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളാണ് നൈസർ എന്ന പേരിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലേക്കും അതുപോലെ തന്നെ യൂണിവേഴ്സിറ്റി ഓഫ് മുംബൈ ആൻഡ് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് അറ്റോമിക് എനർജി സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള CEBS മുംബൈയിലുള്ള മറ്റൊരു റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. ബേസിക് സയൻസിലെ റിസർച്ച് പ്രൊമോട്ട് ചെയ്യുന്ന സ്ഥാപനമാണ്. ഈ സ്ഥാപനങ്ങളിലേക്കൊക്കെ ഉള്ള എൻട്രൻസ് എക്സാമാണ് നെസ്റ്റ് എന്ന് പറയുന്നത്. അണ്ടർസ്റ്റുഡ്. അപ്പോൾ ക്വാളിഫിക്കേഷൻ 12th തന്നെയാണ്. അത് 24-ലോ 25-ലോ ക്വാളിഫൈ ചെയ്യുന്ന ആളുകളാണ് എന്ത് ചെയ്തിട്ടുണ്ട്, 25-ൽ എക്സാം എഴുതാൻ എലിജിബിൾ ആവുള്ളൂ. അതുപോലെ തന്നെ മിനിമം മാർക്കിൻ്റെ ഒരു കാറ്റഗറി എലിജിബിലിറ്റി കൂടെ ഉണ്ട്. ഓക്കെ. ഇൻ ISI, ഇനി മാത്തമാറ്റിക്സിൽ വളരെ ഡീപ്പായിട്ട് പഠിക്കാൻ ആഗ്രഹമുള്ള ആളുകൾക്ക് ഉള്ളൊരു വണ്ടർഫുൾ ഓപ്പർച്യൂണിറ്റിയാണ് 5 ISI ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ. ചെന്നൈയിൽ, ഹൈദരാബാദ്, മുംബൈയിൽ, കൊൽക്കത്തയിലൊക്കെ ഉണ്ട്. ഇതിൻ്റെ ക്വാളിഫിക്കേഷനും സിമിലർ തന്നെയാണ്. നോ മിനിമം മാർക്ക് സ്പെസിഫൈഡ്
പ്രൊവൈഡ് അവർ നടത്തുന്ന എക്സാമാണ്. ISI സ്ഥാപനങ്ങളിലേക്ക് വേണ്ടി സെപ്പറേറ്റ് ആയിട്ട് തന്നെ എന്ത് ചെയ്യാറുണ്ട്, എക്സാം കണ്ടക്ട് ചെയ്യാറുണ്ട്. ഓക്കെ, ആൻഡ് വൺ മോർ എക്സാം ഇസ് കർണാടക കോമൺ എൻട്രൻസ് ടെസ്റ്റ്. നമ്മുടെ കേരളത്തിലുള്ള കീം പോലെ കർണാടകയിലുള്ള ഏറ്റവും ടോപ്പ് സ്ഥാപനങ്ങൾക്കെല്ലാം അഡ്മിഷൻ എടുക്കാൻ വേണ്ടി നടത്തുന്ന എക്സാമിനേഷനാണ് ഏത് പാർട്ടിസിപ്പേറ്റിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് നിങ്ങൾക്കൂടെ കാണാം, നമ്മുടെ KCET എന്ന് പറയുന്ന എക്സാമിനേഷൻ. ഓക്കെ, അപ്പം ഇതും എന്താണ്, കേരളത്തിലുള്ള കുട്ടികളടക്കം കർണാടകയിലുള്ള നല്ല സ്ഥാപനങ്ങളിലേക്ക് എന്ത് ചെയ്യാറുണ്ട്, ഈ ഒരു എക്സാം വഴി അഡ്മിഷൻ നോക്കാറുണ്ട് എന്നുള്ളത് തന്നെയാണ് സത്യം. ഓക്കെ, ഇനി 2 പ്രൈവറ്റ് സ്ഥാപനങ്ങളുടെ പേരുകൾ കൂടെ അല്ലെങ്കിൽ എക്സാമുകൾ കൂടെ ഞാൻ പരിചയപ്പെടുത്തുകയാണ്. ഒന്ന് നമ്മുടെ അതിന് മുന്നേ നാഷണൽ ഫോറൻസിക് അഡ്മിഷൻ ടെസ്റ്റ് ഉണ്ട്. നമ്മുടെ ഫോറൻസിക് സിനിമ ഇറങ്ങിയതിന് ശേഷം ഒരുപാട് കുട്ടികളുടെ താല്പര്യമായിരുന്നു ഫോറൻസിക്സ് പഠിക്കണം എന്നുള്ളത്. അപ്പോൾ അതിനുവേണ്ടി നാഷണൽ ഫോറൻസിക് സയൻസ് യൂണിവേഴ്സിറ്റിയിലേക്കുള്ള അഡ്മിഷൻ ടെസ്റ്റാണെന്ത്, നാഷണൽ ഫോറൻസിക് അഡ്മിഷൻ ടെസ്റ്റ്. 10+2 തന്നെയാണ് ഇതിൻ്റെ ക്രൈറ്റീരിയ. ഇതിൻ്റെയും കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ ഭാവിയിൽ എന്ത് ചെയ്യാം, പറഞ്ഞു തരാം. ഓക്കെ, ഇനി SRM നടത്തുന്ന SRMനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. നമ്മുടെ ചെന്നൈയിലൊക്കെ തന്നെയുള്ള വളരെ വലിയൊരു സ്ഥാപനമുണ്ട്. അതുകൂടാതെ അവർക്ക് ഡൽഹിയിലും ഗാസിയാബാദ് എന്ന് തുടങ്ങി ഇന്ത്യയിൽ പല സ്ഥലങ്ങളിൽ ഇപ്പോൾ ക്യാമ്പസുകളുണ്ട്. അപ്പോൾ അവർ നേരിട്ട് നടത്തുന്ന എൻട്രൻസ് എക്സാമിനേഷനാണ് SRM JE. ക്ലാസ് 12th എന്നുള്ള ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ സിമിലർ ആണ്. ബാക്കി ക്വാളിഫിക്കേഷനും എലിജിബിലിറ്റി ഒക്കെ എന്താണ്, സിമിലർ ആണ്. ആൻഡ് മറ്റൊരു പ്രൈവറ്റ് ആയിട്ടുള്ള എല്ലാവർക്കും അറിയുന്ന മറ്റൊരു സ്ഥാപനമാണ് വെല്ലൂർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫർമേഷൻ ആൻഡ് ടെക്നോളജി ആൻഡ് എഞ്ചിനീയറിംഗ്. എൻട്രൻസ് എക്സാമാണ് VIT EEE എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതും വെല്ലൂരുണ്ട്, ചെന്നൈയിലുണ്ട്, ഭോപ്പാൽ, അമരാവതി എന്ന് പറയുന്ന സ്ഥലങ്ങളിലാണ് ഈ സ്ഥാപനമുള്ളത്. വളരെ ഫേമസ് ആയിട്ടുള്ള നമ്മുടെ എഞ്ചിനീയറിംഗ് കോളേജുകളുടെ ടോപ്പ് റാങ്ക് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ബിറ്റ്സാറ്റും അതുപോലെ SRM, VIT ഇതാണ് പ്രൈവറ്റ് സ്ഥാപനങ്ങളിൽ ആ ലിസ്റ്റിൽ എപ്പോഴും ടോപ്പ് പൊസിഷൻസിൽ എത്താറുള്ളത്. ഓക്കെ, അപ്പോൾ ഇത്രയും എക്സാമുകൾ, ടോട്ടൽ 12 എക്സാമുകൾ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തിയിരിക്കുകയാണ്. എന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് ഏറ്റവും കേട്ട് പരിചയമുള്ള JEE, NEET, KEAM മാത്രമല്ല നിങ്ങൾക്ക് അപ്പിയർ ചെയ്യാവുന്ന എക്സാമിനേഷൻസ്. അതിലെന്തെങ്കിലും പാളിച്ച വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അതിലെന്തെങ്കിലും മിസ്റ്റേക്കുകൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് പിന്നെയും ഓപ്പർച്യൂണിറ്റീസ് ഒരുപാടുണ്ടെന്ന് മനസ്സിലാക്കുക. അപ്പോൾ നമ്മുടെ പ്രിപ്പറേഷൻ കുറച്ചുകൂടെ പോസിറ്റീവായിട്ട് കാണാനും മറ്റും നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. ആൻഡ് ഇതിലെ ഏതൊക്കെ എക്സാമുകളെ കുറിച്ചുള്ള ഡീറ്റെയിൽഡ് വീഡിയോ വേണമെന്നുള്ളത് നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ അറിയിക്കാം. അപ്പോൾ ഈ 12 എക്സാമിനേഷൻസ് നിങ്ങൾ ഇപ്പോഴേ നോട്ട് ചെയ്ത് വെക്കുക. ഇനി വരാൻ പോകുന്ന മാസങ്ങളിൽ നിങ്ങളുടെ +2 എക്സാമിൻ്റെ ഒക്കെ അടുത്തെത്തുന്ന സമയത്ത് ഇതിൻ്റെ നോട്ടിഫിക്കേഷൻസ് വരും, രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്യും, പിന്നെ ഹോൾ ടിക്കറ്റ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ വരും. ഓക്കെ, അപ്പോൾ അതിന് മുൻപ് നമ്മൾ അറിഞ്ഞിരിക്കണം ഏതൊക്കെ എക്സാമിനേഷൻസ് ഉണ്ട്, നിങ്ങളുടെ ആപ്റ്റിറ്റ്യൂഡുമായിട്ട് മാച്ച് ചെയ്യുന്ന എക്സാമിനേഷൻസ് ഏതൊക്കെയാണ്. അതിന് താല്പര്യമുണ്ടെങ്കിൽ കൂടുതൽ അന്വേഷിച്ച് തുടങ്ങുക, അതിൻ്റെ പാറ്റേണും മറ്റും മനസ്സിലാക്കുക. സോ നമുക്ക് കോമൺ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് ഈ പറയുന്ന എല്ലാ എക്സാമിനേഷൻസും +1 +2ൻ്റെ ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സിനെ ബേസ് ചെയ്തിട്ടുള്ള എക്സാമിനേഷൻസ് ആണ്. ചിലതിൽ മാത്രം ബയോളജി വരും, അതുപോലെ തന്നെ ചിലതിൽ മാത്രം ഇംഗ്ലീഷും ലോജിക്കൽ റീസണിങ് വരുന്നുണ്ട്. അതൊക്കെ ചെറിയ പെർസെൻറ്റേജ് മാത്രമാണ്. മെജോറിറ്റി ഓഫ് ദി ക്വസ്റ്റ്യൻസും എന്ത് തന്നെയാണ്, നിങ്ങൾ +1 +2ൽ പഠിക്കുന്ന ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സിനെ ബേസ് ചെയ്തുകൊണ്ടാണ്. പക്ഷേ ഒരു സ്കൂൾ ലെവലിൽ മാത്രം പഠിച്ചിട്ട് കാര്യമില്ല, എന്തും കൂടെ വേണം, നമ്മളൊരു കോമ്പറ്റേറ്റീവ് എക്സാം ലെവലിലും കൂടെ പ്രിപ്പയർ ചെയ്താൽ മാത്രമേ ഇത്തരം എക്സാമുകളിൽ റിസൾട്ട് ഉണ്ടാക്കാൻ സാധിക്കുള്ളൂ. ഓക്കെ, അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് എഴുതാൻ താല്പര്യമുള്ള നിങ്ങൾ എഴുതാൻ ആഗ്രഹിക്കുന്ന കോളേജുകൾ ഏതൊക്കെയാണ് അല്ലെങ്കിൽ എക്സാമുകൾ ഏതൊക്കെയാണ്, ഈ 12 ഞാൻ ലിസ്റ്റ് ചെയ്തതിൽ നിങ്ങൾക്ക് എഴുതാൻ താല്പര്യമുള്ള എക്സാമിനേഷൻസ് ഏതൊക്കെയാണെന്നുള്ളത് കമൻറ്റ് സെക്ഷനിൽ എല്ലാവരും പറയാം. അതുപോലെ തന്നെ ഏതിനെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽഡ് ഇൻഫർമേഷൻ വേണമെന്നുള്ളതും അറിയിക്കുക. ഈ വീഡിയോ സേവ് ചെയ്ത് വെക്കുക, ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് ആവശ്യം വരും.